ഇന്നുണ്ടല്ലോ നാട്ടിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണേ. നമ്മുടെ സ്വന്തം ചക്കപ്പം. തൃശ്ശൂരുകാർ ഇതിനെ ചക്കപ്പം എന്നാ പറയാ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചക്ക വരട്ടിയിട്ട് ആദ്യം, അത് ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ചക്ക വരട്ടണത്. അത് വരട്ടിയിട്ട് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. എന്നിട്ട് ഇതേ ഇപ്പം ഞാൻ എടുത്തിരിക്കണില്ല, അതിൽ അങ്ങനത്തെ പാത്രത്തിൽ ഒരു 3 പാത്രമാണ് ഞാൻ അരിപ്പൊടി യൂസ് ചെയ്തത്. 2 പാത്രങ്ങളാണ് ഇതിൽ കാണിക്കുന്നുള്ളൂ പക്ഷേ കേട്ടോ. 3 പാത്രം യൂസ് ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ ശർക്കര പാനി ആദ്യം ഉണ്ടാക്കി വെച്ചപ്പോൾ അത് കട്ടായി. അപ്പോൾ അത് അരിപ്പക്കൂടെ വീഴാൻ ബുദ്ധിമുട്ടായി. പിന്നെയും ചൂടാക്കിയിട്ട് എന്നിട്ടാണ് പിന്നെ അതെടുത്ത് ഉപയോഗിച്ചത് കേട്ടോ. ഇതിൽ 2-3 കൈകൾ കാണാം. ഒന്ന് ഞാൻ, പിന്നെ ഒന്ന് എൻ്റെ നാത്തൂനാണേ, എൻ്റെ ആങ്ങളയുടെ ഭാര്യ. അങ്ങനെ ഞങ്ങൾ 2-3 കൈകളാണ് അതിൽ കാണുന്നത്. പിന്നെ ഇടയ്ക്ക് എൻ്റെ മോൻ്റെ കൈയും വരാൻ ചാൻസ് ഉണ്ട്. അത് അവൻ ക്യാമറ പിടിക്കുക തോന്നുന്നു, അപ്പോൾ കൈ കാണാൻ വഴിയില്ല. ചക്ക വരട്ടിയത്, അരിപ്പൊടി, ശർക്കര പാനി, നാളികേര കൊത്ത്, പിന്നെ വേണമെങ്കിൽ ജീരകം ഏലക്കായും കൂടി. ഈ ഏലക്കായ ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടിട്ടില്ല, ജീരകം ഇട്ടായിരുന്നു കേട്ടോ. ജീരകം വേണമെങ്കിൽ ഒന്ന് ചതച്ചിടുക, അല്ലെങ്കിൽ അങ്ങനെ ഇടുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. കടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് കൂട്ടി കുഴയ്ക്കുക. സിമ്പിളായിട്ട് ചക്ക അപ്പം ഉണ്ടാക്കുക കേട്ടോ. എന്നിട്ട് കുറേശ്ശെ ഇങ്ങനെ എടുത്ത് പൊടീനയുടെ ഇലയിലാണ് കേട്ടോ ഞാൻ ചക്കപ്പം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് ഉണ്ടാക്കുക. എനിക്ക് അതാണ് പേഴ്സണലി ഇഷ്ടം, നമ്മുടെ വാഴ ഇലയേക്കാളും. അതുകൊണ്ട് ഞാൻ പൊടീനയുടെ ഇല ഉപയോഗിച്ചു കേട്ടോ. അത് വെച്ചിട്ട് കുറേശ്ശെ നമുക്ക് എത്രയാണോ അതിൻ്റെ വേണ്ടത്, ഇലയിൽ കൊള്ളണ രീതിയിൽ, അത് മടക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ എടുത്ത് വെച്ച് മടക്കി നല്ല ഇഡ്ലി ചെമ്പിൽ വെച്ച് ആവി കയറ്റിയെടുത്താൽ നല്ല അടിപൊളി ചക്ക അപ്പം റെഡി. കൊതിയാവണം എനിക്കിപ്പോഴും. ഞാൻ തിരിച്ച് ബാംഗ്ലൂർ വന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് കൊതിയാവുക, ഭയങ്കരമായിട്ട് മിസ്സാവുന്നുണ്ട്. ചക്ക വരട്ടിയത് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി എടുക്കാനായിട്ട്. ഇനി ഒരു പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഉണ്ടാക്കാൻ വെച്ചിട്ട് പക്ഷേ എടുക്കാൻ മറന്നുപോയി, വീട്ടിൽ വെച്ചിട്ട് പോന്നു. അത് കാരണം കൊണ്ട് ഇനി ഉണ്ടാക്കാനും പറ്റില്ല. അത് കാരണം കൊതിച്ചിരിക്കുക വഴിയുള്ളൂ. ഇനി അത് വീഡിയോ കണ്ടിരുന്ന് കൊതിക്കുക വഴിയുള്ളൂ. അങ്ങനത്തെ ഒരു കഷ്ടത്തിലാണ് ഇപ്പോൾ ഞാൻ, ഭയങ്കര ദുഃഖത്തിലാണ്. എന്തായാലും ചക്ക വരട്ടി ഇപ്പം നല്ല സീസണല്ലേ. ചക്ക അട ഉണ്ടാക്കണവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കാത്ത ആൾക്കാർ, ഇത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അടയേക്കാളും എനിക്കിഷ്ടം ഇതാ. കാരണം ഭയങ്കര കട്ടിക്ക് നമുക്ക് കടിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തോന്നും. ആ നാളികേരത്തിൻ്റെ കൊത്ത്, ഞങ്ങൾ ഇട്ട നാളികേരാണെങ്കിലോ നല്ല ഇളനീരിന്ന് ഇങ്ങനെ മാറിയിട്ട് നല്ല മൂത്തതാവാത്തൊരു പരുവുണ്ടല്ലോ, ആ പരുവത്തിലാണ് ഞങ്ങൾ ഇട്ടത്. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. ഇഷ്ടമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. ഞാൻ തായ്ലാൻഡിൻ്റെ കുറേ ട്രിപ്പിൻ്റെ കുറേ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ഷെയർ ചെയ്യും വേണേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ അഭിപ്രായം. എല്ലാവരും ഉണ്ടാക്കണവരും ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കണം, പറയോ? ഓക്കെ, എന്നാൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കണ്ടില്ലേ, നല്ല സൂപ്പറാ. ഉണ്ടാക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറഞ്ഞേക്കണേ. നല്ല കട്ടിക്കിരിക്കും. ഇത് കടിച്ച് തിന്നാൻ സൂപ്പർ ടേസ്റ്റാണ്. കട്ടാൻ ചായ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട, വേറെ ലെവലാ. സൂപ്പർ സാധനം. തൃശ്ശൂരുകാരുടെ സ്വന്തം ചക്ക അപ്പം റെഡി.